നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ക്ലാസ് കാണുന്നതിന് ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആ താഴെ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി തുടർന്നും ഏത് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണം, കറണ്ട് അഫയേഴ്സ്, അതുപോലെ മോട്ടിവേഷൻ, അതുപോലെ ഏതൊക്കെ സെഷൻസ് വേണം എന്നുകൂടി താഴെ നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി താഴെ പറഞ്ഞേക്കാം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും കൂടി നോക്കാം. ഓക്കെ, പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം: പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നോക്കൂ, ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന: താരതമ്യേന വീതി കുറവ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അവിടെ വീതി കുറവാണ്. കൂടാതെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടിരിക്കുന്നത്. ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പൊ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൽ നിന്നും പരീക്ഷയ്ക്ക് PSC മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പടിഞ്ഞാറൻ കിഴക്കൻ തീര സമതലങ്ങൾ. അപ്പോൾ പടിഞ്ഞാറൻ തീര സമതലം അഥവാ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഇതായി തന്നിരിക്കുന്നതാണ്. പടിഞ്ഞാറൻ തീര സമതലം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതിന്റെ അതിര് എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് വരുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് വടക്ക് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി വീതി നോക്കിക്കേ. കിഴക്കൻ തീര സമതലത്തിൽ ഇത്രയും വീതിയുണ്ട്. പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി കുറവല്ലേ? അപ്പൊ കിഴക്കൻ തീര സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി വളരെ കുറവാണ്. അതായത് താരതമ്യേന ഇടുങ്ങിയതാണ്. ഇനി പടിഞ്ഞാറൻ തീരത്തിന്റെ, പ്രത്യേകിച്ച് കേരള തീരം, കേരളമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. കേരള തീരത്തിന്റെ പ്രധാന സവിശേഷതയാണ് കായലുകളും അഴിമുഖങ്ങളും. ഓക്കെ, ഇതാ ഇവിടെ അതിന്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. SCERT ആണ്. പടിഞ്ഞാറൻ തീര സമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. താരതമ്യേന വീതി കുറവാണ്. പടിഞ്ഞാറൻ തീര സമതലത്തെ എത്രയായിട്ട് തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ഗുജറാത്ത് തീര സമതലം, കൊങ്കൺ തീര സമതലം, മലബാർ തീര സമതലം എന്നിങ്ങനെ 3ആയിട്ട് പടിഞ്ഞാറൻ തീര സമതലത്തെ തരംതിരിക്കാവുന്നതാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീര സമതലത്തിലാണ്. ഇനി കിഴക്കൻ തീര സമതലത്തിലേക്ക് പോയാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടം അഥവാ ഈസ്റ്റേൺ ഘട്ടിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ മുതൽ എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീര സമതലം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. വീതിയുടെ കാര്യം പറഞ്ഞാൽ എന്താണ്? താരതമ്യേന വീതി കൂടുതലാണ്. 2ആയിട്ട് തരംതിരിക്കാം. കോറമണ്ഡൽ തീര സമതലം എന്നും വടക്കൻ സിർക്കാർസ് തീര സമതലം എന്നിങ്ങനെ 2ആയിട്ട് കിഴക്കൻ തീര സമതലത്തെ തിരിക്കാവുന്നതാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണ്? കിഴക്കൻ തീര സമതലത്തിലാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. ഈ ഒരു ടേബിള് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും നോക്കി വെച്ചോണം. എപ്പോഴും ഒരുപാട് തവണ, ഒരു 100-150 തവണ PSC ചോദിച്ചിട്ടുള്ള ഫാക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2ഉം 4ഉം ഏതിനെ കുറിച്ചാണ്? കിഴക്കൻ തീര സമതലത്തെ കുറിച്ചാണ് 2ാമത്തെയും 4ാമത്തെയും പ്രസ്താവന കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ഹർഷിത എഡ്യൂടെക് ആപ്പിലെ VFA ബെക്കോ LD കോംബോ ബാച്ച് അവൈലബിൾ ആണ്. ഫീസ് 1999. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് മുഹറത്തിന്റെ ഓഫർ അവൈലബിൾ ആണ്. ജൂൺ 30th വരെ, ജൂൺ 30th രാത്രി 12 മണി വരെ കോഴ്സ് എടുക്കുന്നവർക്ക് 10% ഡിസ്കൗണ്ട് ഫീസിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ VFA ബെക്കോ LD 1999 ഫീസ് വരത്തില്ല, 1700 സംതിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് മാത്രമല്ല, ആപ്പിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്ക് ഇപ്പൊ 10% ഡിസ്കൗണ്ട് ഉണ്ട്. കമ്പനി LGS, VFA ബെക്കോ LD, LDC ബാച്ച്, എല്ലാ യൂണിഫോം പോസ്റ്റുകൾ, എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കൊക്കെ ഇപ്പോ 10% ഓഫ് ഉണ്ട്. മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ വേരിയസ് LGSന്റെ പുതിയ ബാച്ച് ജൂലൈ മാസം 6-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും പഠിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. അത് ഏത് ബാച്ച് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ 100% ഇട്ട് തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നത് കേട്ടോ.
LDC, ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടി LDCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സീറ്റ്, വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ആവുന്നതാണ്. LDC ബാച്ചിന്റെ ഇതിലും നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഹർഷിത എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം: ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നതാണ് ബന്ധമില്ലാത്തത്. അതാരാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. മൂന്നാമത്തെ പ്രസ്താവന: പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇത് രണ്ടും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1ഉം 3ഉം മഹാത്മാ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ചേർത്തലയിലെ കളവങ്കോടം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു എന്ത് നടത്തിയത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രസ്താവനയും എടുക്കാം. കല്ലുമാല സമരം. ആദ്യത്തെ പ്രസ്താവന എന്താ തന്നിരിക്കുന്നത്? കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള നടന്ന വർഷം താഴെ എന്ന് കമന്റ് ചെയ്യാമോ? കല്ലുമാല സമരം നടന്ന വർഷം താഴെ എന്ന് കമന്റ് ചെയ്യുക. കൊല്ലത്തെ പെരിനാട്ടിൽ വെച്ചാണ് ഈ ഒരു സമരം നടന്നത്. അതുകൊണ്ട് തന്നെ പെരിനാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെ? കല്ലുമാല സമരമാണ്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കീഴ്ജാതിക്കാരാണെന്ന് കാണിക്കാൻ കല്ലും അതുപോലെ കുപ്പിച്ചില്ലുകളും കൊണ്ടുള്ള മാലകൾ ധരിക്കണമെന്ന അനാചാരത്തിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തമായ സമരമാണ് ഏത്? കല്ലുമാല സമരം. ഇതിലൂടെ സ്ത്രീകൾ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അടുത്തത്: വിദ്യാഭ്യാസം, പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. പ്രശസ്തമായ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. പിന്നാക്ക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ സമരം ഏതാണ്? ഊരൂട്ടമ്പലം ലഹള. ഇതേ തുടർന്ന് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അദ്ദേഹം നടത്തിയ പണിമുടക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരമായിട്ട് അറിയപ്പെടുന്നത്. അതുകൂടി ഓർക്കുക. ഇനി അയ്യങ്കാളി ജനിച്ചതെന്ന 1863 ഓഗസ്റ്റ് മാസം 28-ന് 1863 ഓഗസ്റ്റ് മാസം 28-ന് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യങ്കാളിയുടെ ജനനം. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് ഏത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. പിന്നീട് ഇത് ഏത് പേരിലേക്കാണ് പുനഃസംഘടിപ്പിക്കപ്പെട്ടത്? പുലയ മഹാസഭ എന്ന പേരിലേക്കാണ് പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാണ്? 1893. 1893 ഇദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്. പിന്നാക്ക ജാതിക്കാർക്ക് പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെങ്ങാനൂരിൽ നിന്നും ബാലരാമപുരത്തേക്ക് അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സമരമാണ് ഏത്? വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം. പുലയരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ് പുലയരാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. 1937 വെങ്ങാനൂരിൽ വെച്ചാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. 1911 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. കൂടാതെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ
ആദ്യത്തെ പട്ടികജാതിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അയ്യങ്കാളിയെ കുറിച്ച് മാക്സിമം ഫാക്ട്സ് കിട്ടിയില്ലേ? ഇനി കണ്ണാടി പ്രതിഷ്ഠയും കൂടി നോക്കാം. വൈകുണ്ഠ സ്വാമികൾ കന്യാകുമാരിയിലെ സ്വാമി തോപ്പിലാണ് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോടം, ചേർത്തല കളവങ്കോടം 1927 ശക്തീശ്വരം ക്ഷേത്രത്തിലാണെന്ന് ഓർക്കുക. കൂടാതെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അത് ഏത് വർഷം? 1888. ഓക്കെ, അപ്പൊ മാക്സിമം ഫാക്ട്സ് ഈ ഒരു ചോദ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോവുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം നോക്കാം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1949 ജൂലൈ മാസം 1. 1949 ജൂലൈ മാസം 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. തിരുക്കൊച്ചി എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും, തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് 1949 ജൂലൈ മാസം 1 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്. തിരുക്കൊച്ചിയുടെ ആദ്യത്തെയും അവസാനത്തെയും രാജ് പ്രമുഖ് അല്ലെങ്കിൽ രാജപ്രമുഖ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഗവർണറുടെ പദവിയാ, ഗവർണർക്ക് തുല്യമായ പദവിയാണ്. അപ്പോ തിരുക്കൊച്ചിയുടെ ആദ്യത്തെയും അവസാനത്തെയും രാജപ്രമുഖ് ആരായിരുന്നു? തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? TK നാരായണപിള്ളയായിരുന്നു തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം തന്നെയായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. ഇനി ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ. 1956 നവംബർ മാസം 1 തിരുക്കൊച്ചിയോട് മലബാർ പ്രദേശവും കാസർഗോഡും കൂട്ടിച്ചേർത്ത് ഐക്യ കേരളം അഥവാ കേരള സംസ്ഥാനം രൂപീകൃതമായ ദിവസം എന്ന 1956 നവംബർ മാസം 1. 1956 നവംബർ മാസം 1. ഇനി ഓപ്ഷൻ ഡി നോക്കൂ. 1948 ജൂലൈ മാസം 28 പ്രത്യേകത എന്താണ്? കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണം നിലവിൽ വരികയും ഇക്കണ്ട വാര്യർ കൊച്ചിയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്ത വർഷമാണ് 1948 ജൂലൈ മാസം 28. ഓക്കെ, അടുത്ത ചോദ്യം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാ? ചമ്പാരനാണ്. ചമ്പാരൻ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് നടന്നത്. എവിടെയാ നടന്നത്? ബീഹാറിലെ ചമ്പാരനിലാണ് നടന്നത്. തിങ്കതീയ സമ്പ്രദായം എന്ന് കേട്ടിട്ടുണ്ടോ? തിങ്കതീയ സിസ്റ്റം തങ്ങളുടെ കൃഷിഭൂമിയുടെ 3/20 ഭാഗത്ത് നിർബന്ധമായും നീലം അഥവാ ഇൻഡിഗോ കൃഷി ചെയ്യണമെന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അതാണ് തിങ്കതീയ സമ്പ്രദായം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു ചൂഷക സാമ്പത്തിക നയമാണ് തിങ്കതീയ സമ്പ്രദായം. ഈ സമ്പ്രദായത്തിനെതിരെ ഇന്ത്യൻ കർഷകർ നടത്തിയ വലിയൊരു പ്രക്ഷോഭമായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ കർഷകരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാൻ ഗാന്ധിജിയെ അങ്ങോട്ട് ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല CRTയിലും കൊടുത്തിട്ടുണ്ട്. ചമ്പാരനിലെ കർഷകരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാൻ ഗാന്ധിജി അങ്ങോട്ട് ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു? രാജ്കുമാർ ശുക്ല. ഓക്കെ, ഇനി ഓപ്ഷൻ എ നോക്കിക്കേ. ഖേദ സത്യാഗ്രഹ 1918 നടന്നത്. ഗുജറാത്തിലെ ഖേദയിൽ നികുതി നിഷേധവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ഖേദ സത്യാഗ്രഹം. കൂടാതെ ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമലംഘന സമരം കൂടിയായിരുന്നു. അടുത്തത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം 1918. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. കൂടാതെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്, അതായത് ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്.
ഇനി ഓപ്ഷൻ ഡി അമൃതസർ. അമൃതസറിന്റെ പ്രത്യേകത എന്താ? പ്രധാനപ്പെട്ട സംഭവം 1919 ഏപ്രിൽ മാസം 13 നടന്ന ദാരുണമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃതസറിലാണ്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ. ജോനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ. സ്ഥാപിച്ച വർഷം 1791. 1791 ജോനാഥൻ ഡങ്കൻ ബനാറസ് അഥവാ വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. എന്തായിരുന്നു ലക്ഷ്യം? ഹിന്ദു നിയമങ്ങളും തത്വചിന്തകളും പഠിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന ജോനാഥൻ ഡങ്കൻ ആരംഭിച്ചത്. ഈ കോളേജ് സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭുവായിരുന്നേ. കോൺവാലിസ് പ്രഭുവായിരുന്നു. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 കൊൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി 1875 ബോംബെയിൽ ആര്യ സമാജം സ്ഥാപിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യമാണ്. ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ സ്ഥാപിക്കുകയും മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ഫാക്ട്സ് ഓരോ ചോദ്യത്തിന്റെയും ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകളിലും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സും അവൈലബിൾ ആണ്. ഇപ്പൊ മുഹറത്തിന്റെ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.